പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പ്രതികൂലമായ സാഹചര്യങ്ങളിലും അവിടുത്തെ സന്തോഷം നമ്മളിലേക്ക്, അവിടുത്തെ ആനന്ദം നമ്മളിലേക്ക് പകർന്നു തരുന്ന മേഖലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സിനോഗുകളിലും അധികാരികളുടെയും ഭരണാധികാരിമാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകും. എന്തു പറയണമെന്ന് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ മണിക്കൂറിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. വളരെ വ്യക്തമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ധ്യാന വിഷയം തന്നെയാണിത്. നമ്മെ ഓരോരുത്തരെയും, അല്ലെങ്കിൽ സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെക്കുറിച്ച് ആ വ്യക്തി അറിവുള്ളവനും കൂടെ ആയിരിക്കണം. കാരണം ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്നത് പീഡനങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും മാറ്റി നിർത്തലുകളും ഒക്കെ ആകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് സന്തോഷം തരുന്ന ഒരു മേഖലയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും അധികാരികൾ വിചാരണ ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോകും. വളരെ വ്യക്തമായിട്ട് പറയുകയാണ് 11-ാമത്തെ തിരുവചനത്തിൽ 12:11 സിനോഗുകളിലും അധികാരികളുടെയും ഭരണാധികാരികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുക മാത്രമല്ല, അവർ അവിടെ നിങ്ങളെ വിസ്തരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഒരു നിന്ദാപാത്രമായി മാറും. മറ്റുള്ളവരുടെ അവഹേളനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല മേഖലകളിൽ നിന്നും നിന്ദനങ്ങളും പീഡനങ്ങളും കൊണ്ടുപോയി നിങ്ങളെ ഓരോരുത്തരെയും പീഡിപ്പിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുമെന്ന്. ഇത് 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യം മാത്രമല്ല, ഈ നൂറ്റാണ്ടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ഈ ഒരു മേഖലയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ മാത്രമാണ് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആനന്ദം കണ്ടെത്തുവാനും സന്തോഷിക്കുവാനും സാധിക്കുന്നത്. നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളിലിരുന്ന് ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന ശിഷ്യന്മാരെയൊക്കെ നമുക്ക് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസും സീലാസിനും അത്ര സുഖകരമായ ഒരു സാഹചര്യമല്ലായിരുന്നു. ശരീരത്തെല്ലാം അടിയേറ്റ് പീഡനമേറ്റ് കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്ത് ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ശരീരവേദന ഒന്നും അത്ര കാര്യമാക്കാതെ കൊണ്ട് സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു പൗലോസിൻ്റെയും സീലാസിൻ്റെയും ചിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാരാഗൃഹത്തിൽ കിടന്ന സമയത്തും സന്തോഷിക്കുവാനായിട്ടുള്ള, പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൃപ കൊടുത്തത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ കാരാഗ്രഹവും പീഡനവുമാണ് എന്നെ കാത്തിരിക്കുന്നത്, എല്ലാ നഗരങ്ങളിലും പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് എന്ന് വിശുദ്ധ പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് മാത്രമല്ല, ഇതെല്ലാ ശിഷ്യന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഏത് സ്ഥലത്തേക്ക് സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുമ്പോഴും അവിടെ കാരാഗ്രഹവാസമുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭാരതത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ
സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുന്ന വ്യക്തികളെ പീഡിപ്പിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വേണ്ട, സഭയിൽ പോലുമുണ്ട്. സഭയിൽ ഒരു വിഭാഗം ആൾക്കാർ സുവിശേഷവുമായിട്ട് ഇറങ്ങിത്തിരിച്ചേക്കുന്ന വ്യക്തികളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അനേകം വ്യക്തികൾ ഇന്ന് സഭയിലുമുണ്ട്. ഒരുപക്ഷെ സഭയിലെ ഉന്നതന്മാരായിട്ട് അവർ ജീവിക്കുന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാതെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുവാൻ, കർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് പോകുന്ന അനേകം അൽമായ സുവിശേഷകർ ഇന്ന് കേരളത്തിനകത്തും പുറത്തും ധാരാളമുണ്ട് എന്ന സത്യം ഓരോ മക്കളും തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പോൾ കാരാഗ്രഹവാസം, അവിടെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മതപരിവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു കഴിഞ്ഞാൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞ് ഈ പറയപ്പെട്ട മതത്തിലുള്ളവർ പോലും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ പോലും ഈ പ്രഘോഷണം നടത്തുന്ന വ്യക്തികൾക്കെതിരെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദന്മാരുടെ ഇടയിലേക്ക് കർത്താവ് ഈശോ വന്നപ്പോഴും യഹൂദ പുരോഹിതന്മാരും പ്രമാണിമാരും ആ കർത്താവിനെതിരെ സംസാരിച്ചതുപോലെ തന്നെ സഭയിലുള്ള അനേകം വ്യക്തികൾ ഇങ്ങനെ സംസാരിക്കും. ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും നീയൊന്നും പേടിക്കണ്ട. ഞാൻ നിന്നിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ നിന്നിൽ വസിക്കുമ്പോൾ, നിൻ്റെ ശരീരത്ത് മറ്റുള്ളവർ നിന്നെ പീഡിപ്പിക്കുമ്പോൾ ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാനായിട്ടുള്ള വക ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് ഇട്ടു തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആശ്വാസം പകർന്നു തരുന്ന പരിശുദ്ധാത്മാവുണ്ട്. നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ സന്തോഷം, ആനന്ദം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ കടന്നു ചെന്നപ്പോൾ പല മേഖലകളിലും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഉണ്ടായപ്പോഴും അവർ ആനന്ദത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ആ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചതുപോലെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഓരോ പ്രതികൂലമായ സാഹചര്യങ്ങളെയും സന്തോഷത്തോടുകൂടെ അതിജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.